വിദ്യാർത്ഥികളുടെ സമരത്തെ മറയാക്കി രാഹുൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി കേന്ദ്രമന്ത്രി JP നദ്ദ. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തെരുവിൽ നടത്തുന്ന സമരം രാജ്യത്തെ നീതിപീഠത്തോടുള്ള വെല്ലുവിളിയാണ്. സ്വന്തം ഈഗോ തൃപ്തിപ്പെടുത്താനാണ് രാഹുൽ പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നതെന്നും JP നദ്ദ കുറ്റപ്പെടുത്തി. ആ വാക്കുകളിലേക്ക്. कांग्रेस एक परजीवी पार्टी है. जो भी पार्टी कांग्रेस के साथ जुड़ती है उससे वो ताकत लेती है और उसी पार्टी को समाप्त कर देती है. अब कांग्रेस पार्टी बच्चों और छात्रों के भविष्य को भी खत्म करने पर आमदा है. नहीं, राहुल गांधी को यह समझ लेना चाहिए कि जनता उनके इस हिट एंड रन वाले रवैये को और राजनीतिक पाखंड को भली भांति पहचान चुकी है. वो चाहे जितना ड्रामा कर लें, कांग्रेस अपने पापों और उसकी जवाबदेही से भाग नहीं सकती है. അതിനിടെ വന്ദേ മാതര വിവാദത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച BJP ദേശീയ ഗാനത്തോടും ഭരണഘടനയോടും കോൺഗ്രസ് അനാദരവ് കാണിക്കുന്നതായി രൂക്ഷ വിമർശനം. 1937 ചരിത്രപരമായ അബദ്ധം ആവർത്തിക്കുന്നു. തീവ്ര നിലപാടുകളുള്ള പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വന്ദേമാതരത്തോടുള്ള അനാദരവിൻ്റെ വിഷയം. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഈ സ്വന്തം ഈഗോ മറച്ചു വെക്കാൻ വേണ്ടി ഈ പാറ്റ സമരത്തെ പിന്തുണച്ച് അനാവശ്യമായ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ശ്രമം. രണ്ട് കാര്യങ്ങളിലും വലിയ വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒന്ന് JP നദ്ദയാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റത് BJPയുടെ ഭാഗത്തു നിന്നാണ് വന്ദേമാതരത്തോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനം. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് R. സുഭാഷ് റെഡ്ഡിയെ അധ്യക്ഷനായിട്ടുള്ള ഒരു പ്രത്യേക 5-അംഗ സമിതി, അതായത് ഈ പാറ്റ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ അരങ്ങേറിയ സമരം, അതുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കേണ്ടതാണ്. എന്നാൽ അത് അംഗീകരിക്കാതെ രാഹുൽ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് തൻ്റെ ഈഗോ വെളിപ്പെടുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഈഗോയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ നാടകം കളിക്കുന്നു എന്നുള്ളതാണ് JP നദ്ദ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ നിലവിൽ പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം അവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. അത് രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് JP നദ്ദ വ്യക്തമാക്കുന്നത്. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും അത് ഇല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അംഗീകരിക്കേണ്ടതാണ്. BJPക്ക് അതിൽ വിശ്വാസമുണ്ട്, പരിപൂർണ്ണ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് JP നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥി സമരത്തെ മറയാക്കുകയാണ് രാഹുൽ എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, CJP ജന്തർ മന്ദിറിൽ ഈ സമരം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളാരും എത്തിയിരുന്നില്ല, തികഞ്ഞും വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു. ആ സമയങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇതിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം, രാഹുലും സോണിയയും അടങ്ങുന്ന നേതൃത്വം അവിടേക്ക് എത്തുകയും പിന്നീടാണ് ഈ സമരം അക്രമത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരുന്നത്. ഈ ഒരു പശ്ചാത്തലം കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് JP നദ്ദ ആരോപണം ഉന്നയിക്കുന്നത്. ഹൈജാക്ക് ചെയ്യുകയാണ് സമരത്തെ, അത് തൻ്റെ ഈഗോയുടെ ഭാഗമാണ്, രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള ആരോപണം JP നദ്ദ ഉന്നയിക്കുമ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ഈ വന്ദേ മാതര വിവാദത്തിൽ. അതായത് വന്ദേ മാതരത്തെ അതിനോട് അനാദരവ് കാട്ടിയിരുന്നു. അത് 1937 നടത്തിയ ചരിത്രപരമായ തെറ്റ്, അത് ആവർത്തിക്കുവാൻ വേണ്ടി കോൺഗ്രസ് വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലായിരുന്നു ഈ വന്ദേ മാതരത്തിൻ്റെ 6 വരികൾ ഒഴികെയുള്ള മറ്റ് വരികൾ പാടേണ്ട എന്നുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രമേയമായി കൊണ്ടുവന്ന് പാസ്സാക്കിയത്. അത് പിന്നീട് 47 വിഭജനത്തിന് കാരണമായി എന്നുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും രാജ്യത്തെ കൃത്യമായ ഒരു അജണ്ടയിലേക്ക് കോൺഗ്രസ് നയിക്കുകയാണ് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ വന്ദേ മാതര വിവാദത്തിൽ നിലവിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ പശ്ചാത്തലത്തിലാണ് ഈ രാഹുൽ ഈ രാഷ്ട്രീയ നാടകം ഇപ്പോൾ കളിച്ചുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണവും BJPയുടെ ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നു. വിനോദ്, വ്യക്തമാണ്. പാറ്റാ സമരത്തെ പിന്തുണയ്ക്കാനുള്ള രാഹുലിന്റെ തീരുമാനം അത് അനാവശ്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് BJP കുറ്റപ്പെടുത്തുന്നു. അതുമാത്രമല്ല, വന്ദേ മാതര വിവാദത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും BJP വിമർശിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.